നമസ്കാരം. നക്ഷത്രജാലത്തിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. ജാതകഫലം ഇട്ടിട്ട് കുറച്ചായി. രാമായണ പാരായണം കൊണ്ട് തന്നെ ഇടാൻ പറ്റിയിട്ടില്ലായിരുന്നു. അപ്പം നമ്മളിപ്പോൾ പുതുവർഷമൊക്കെ പറഞ്ഞിരിക്കുകയല്ലേ. പുതുവർഷത്തിൽ എങ്ങനെയൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. സെപ്റ്റംബർ മാസം അത്തരം ഒരു രാശിഫലമാണ് പറയുന്നത്. ഇന്ന് നമ്മൾ പറയുന്ന അശ്വതി നക്ഷത്രത്തെക്കുറിച്ചിട്ടാണ്. അതിന് മുന്നേ ഒരു കാര്യം പറഞ്ഞുകൊള്ളട്ടെ. ആദ്യമായിട്ട് ചാനൽ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ബെൽ ബട്ടണൊക്കെ ഒന്ന് ടച്ച് ചെയ്ത് വയ്ക്കുക. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോയൊക്കെ നിങ്ങൾക്ക് ആദ്യം തന്നെ ലഭിക്കും. അശ്വതി നക്ഷത്രത്തെക്കുറിച്ച് പറയുവാണെങ്കിൽ ജോലി സ്ഥലത്ത് കൂടുതൽ, അതായത് നല്ലൊരു പെരുമാറ്റവും ഒക്കെ നമ്മളെ പറയുന്ന കാര്യങ്ങൾ അവർ അംഗീകരിക്കുന്ന ഒരു സ്വീകാര്യത ഉണ്ടാവും നിങ്ങൾക്ക് ഈ അശ്വതി നക്ഷത്രക്കാർക്ക്. പക്ഷെ തീരുമാനങ്ങളൊക്കെ നിങ്ങൾ ആലോചിച്ച് തന്നെ എടുക്കേണ്ട ഒരു സമയമാണ്. മുൻപുള്ള പരിചയമൊക്കെ മുന്നോട്ട് പോകാൻ നല്ലൊരു വഴിയൊരുക്കുന്നതാണ്. എങ്കിലും ചില തടസ്സങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. കുടുംബ കാര്യങ്ങളിലൊക്കെ പൂർണ്ണമായിട്ട് അങ്ങോട്ട് തൃപ്തി വരില്ല. അസ്വാരസ്യങ്ങളൊക്കെ ഉണ്ടാകും. ജോലി സംബന്ധമായിട്ട് യാത്രകളൊക്കെ വേണ്ടി വന്നേക്കും കേട്ടോ. വിദേശത്തൊക്കെ ഉള്ള ആൾക്കാർക്ക് നമ്മുടെ ജന്മസ്ഥലത്ത് ഗൃഹം വാങ്ങുന്നതിനുള്ള ആഗ്രഹങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ അതിനൊക്കെ ഒരു അവസരം തുറന്നു കിട്ടുന്നതായിട്ട് കാണുന്നുണ്ട്. സഹോദരന്മാരുടെ യാതൊരു ആനുകൂല്യവും നിങ്ങൾക്ക് പ്രതീക്ഷിക്കേണ്ടതില്ല കേട്ടോ. ചൊവ്വ 6 നിൽക്കുന്നത് കൊണ്ട് തന്നെ ആത്മവിശ്വാസം ഉണ്ടാകും. പ്രതിസന്ധികളെയൊക്കെ തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കും. അതിനുള്ള പോംവഴിയോ സ്വയമേ രൂപപ്പെടുത്തുകയും ചെയ്യും. മാത്രമല്ല ഒപ്പമുള്ള ആൾക്കാർക്ക് അത് പറഞ്ഞു കൊടുക്കുകയും ചെയ്യും. അത് നിങ്ങളുടെ ഒരു നാളിൻ്റെ പ്രത്യേകതയാണ്. ഏറ്റവും പ്രധാനമായിട്ട് പറയാനുള്ളത്, കടബാധ്യതകളിൽ ചെന്ന് പെടാതിരിക്കുക. ഓക്കെ, കടം വാങ്ങാതിരിക്കുക, കടത്തിൽ ചെന്ന് മുങ്ങാതിരിക്കുക. നമുക്ക് ആരെങ്കിലുമൊക്കെ നമ്മൾക്ക് വായ്പ കൊടുക്കാതിരിക്കുക, നമ്മൾ ജാമ്യം നിന്ന് കൊടുക്കാതിരിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യരുത്. കടബാധ്യതയിൽപ്പെട്ടാൽ തന്നെ അത് ബുദ്ധിമുട്ടാകും. അതുകൊണ്ട് തന്നെയാണ് കടബാധ്യതയിൽ പെടരുത് എന്ന് പറഞ്ഞത്. കാരണം ആദ്യം തന്നെ പറഞ്ഞിരുന്നു, ചില തടസ്സങ്ങളൊക്കെ ഉണ്ടാകും എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ തടസ്സങ്ങളൊക്കെ മാറുന്നതിന് വേണ്ടിയിട്ട് പിറന്നാളുകൾ തോറും തൊട്ടടുത്ത ക്ഷേത്രങ്ങളിൽ ശക്തിയാൽ കഴിയുന്ന വഴിപാടുകൾ ചെയ്യുക. ഏറ്റവും നല്ലതാണത്. നമ്മുടെ ഗണേശ്വരന് ചെറിയ ചെറിയ വഴിപാടുകളുടെ തേങ്ങ കൊടുത്താലും മതി, അദ്ദേഹം തൃപ്തനാകും. നമ്മൾ കഴിയാവുന്നൊരു അടുത്ത ഗണപക്ഷേത്രം ഉണ്ടെങ്കിൽ ഒരു തേങ്ങ കൊടുക്കുക. ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണത് ഗണേശ്വരന്. അപ്പോൾ ഒരു തേങ്ങ അർപ്പിച്ചാലും മതി. ഓക്കെ, അപ്പോൾ ശക്തിയാൽ കഴിയുന്ന വഴിപാടുകൾ ചെയ്യുക. ഈശ്വരവിശ്വാസം കൈവിടാതിരിക്കുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.